നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് നവംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു. ഇനി ഡിസംബർ മാസത്തെ റേഷൻ വിതരണമാണ് ആരംഭിക്കുന്നത്. നാളെ അതായത് ഡിസംബർ 1-ാം തീയതി റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഡിസംബർ 2-ാം തീയതി മുതലാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ഈ ഒരു ഡിസംബർ മാസത്തിൽ ലഭ്യതയ്ക്കനുസരിച്ച് വൈദ്യുതി ഉള്ള വീടുകളിലെ AY PHH കാർഡുകൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഉള്ള വീടുകളിലെ NPS NPNS കാർഡുകൾക്ക് 0.5 ലിറ്റർ അതായത് 1/2 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് 4 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. ഇനി ഡിസംബർ മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും എന്തൊക്കെ വിഹിതങ്ങളാണ് ലഭിക്കുക എന്ന് കൂടി അറിഞ്ഞിരിക്കണം. അന്ത്യോദയ അന്ന യോജന അതായത് AY മഞ്ഞ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലും ലഭിക്കും. മുൻഗണനാ വിഭാഗമായിട്ടുള്ള PHH കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലാണ് ലഭിക്കുക. ഇനി പൊതുവിഭാഗമായിട്ടുള്ള NPS നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 5 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. NPNS വെള്ള കാർഡിന് 10 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. നാളെ റേഷൻ കടകൾക്ക് അവധിയാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. ചൊവ്വാഴ്ച മുതലായിരിക്കും ഈ ഒരു ഡിസംബർ മാസത്തെ റേഷൻ ലഭിച്ചു തുടങ്ങുക. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, വരും വർഷങ്ങളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവവും സ്പെഷ്യൽ സ്കൂൾ കലോത്സവവും ഒരുമിച്ച് നടത്തുന്ന കാര്യം സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നുണ്ടെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. തിരൂരിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങളും തുല്യ പരിഗണനയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാണിത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ 3100 കുട്ടികളാണ് മാറ്റുരച്ചത്. 106 ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരുന്നത്. മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച A ഗ്രേഡ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപ വീതം പ്രൈസ് മണി നൽകുന്നുണ്ട്. ഇതിന് പുറമെ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന സ്പെഷ്യൽ സ്കൂൾ സ്ഥാപനങ്ങൾക്ക് 1500 രൂപ വീതം പാർട്ടിസിപ്പേഷൻ അലവൻസും സർക്കാർ നൽകുന്നുണ്ട്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി പ്ലാൻ ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നിലവിൽ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഇൻക്ലൂസീവ് സ്പോർട്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സ്കൂൾ കായികമേള നടത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇനി അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത്, ഗുരുവായൂർ ഏകാദശി മഹോത്സവം ആഘോഷിക്കുന്ന ഡിസംബർ 1-ന് ചാവക്കാട് താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കണവാടികൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഗുരുവായൂർ ഏകാദശി എന്നത് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി നാളിൽ ആചരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനവും ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയ ദിവസവുമായാണ് ഈ ഒരു ദിവസം കണക്കാക്കുന്നത്. ഈ ദിവസത്തിൽ ഭക്തർ വ്രതമെടുക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യാറുണ്ട്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമം കർശനമാക്കാൻ ഒരുങ്ങി ഗതാഗത വകുപ്പ്. സീബ്ര ലൈൻ കടക്കുമ്പോൾ വാഹനം ഇടിച്ചാൽ ലൈസൻസ് റദ്ദാക്കാനും 2000 രൂപ പിഴ ഈടാക്കാനുമാണ് തീരുമാനം. സീബ്ര ലൈനിൽ വാഹനം പാർക്ക് ചെയ്താലും ശിക്ഷയുണ്ടാകും. കടുത്ത നടപടിയെടുക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം. ഈ വർഷം ഇന്ന് വരെ മരണപ്പെട്ടിരിക്കുന്നത് 800-ൽ അധികം കാൽനട യാത്രക്കാരാണ്. റോഡിൽ മരണപ്പെട്ട കാൽനട യാത്രക്കാരിൽ 50% പേരും മുതിർന്ന പൗരന്മാരാണെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. ഇവരിൽ 80%-ലധികവും പ്രായമായവരാണ്. ഈ സാഹചര്യത്തിലാണ് ഗതാഗത നിയമം കർശനമാക്കുന്നതെന്നാണ് കമ്മീഷണർ അറിയിക്കുന്നത്. അടുത്ത അറിയിപ്പ്, റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ അവസരം നൽകിയിരിക്കുകയാണ്. മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ
മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് ഈ ഒരു ഡിസംബർ മാസം 16-ാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാനാകും. പുതിയ റേഷൻ കാർഡിന് അപേക്ഷിക്കുന്നവർക്ക് ആദ്യം വെള്ള കാർഡാണ് ലഭിക്കുക. പിന്നീട് വരുമാന വിവരങ്ങളും കുടുംബ സാഹചര്യങ്ങളും വെളിപ്പെടുത്തി മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനാവും. ഇതിനായി അപേക്ഷകൾ സമർപ്പിക്കണം. അപേക്ഷ നൽകുമ്പോൾ മുൻഗണനാ വിഭാഗം ഒരു അർഹത ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.